നമസ്കാരം, ഗിരീഷ് വേണല വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചേതക് ഇലക്ട്രിക്കൽ സ്കൂട്ടറിൻ്റെ ഒരു ആക്സിഡൻറ്റ് റിപ്പയറിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് ഹെഡ്ലൈറ്റൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് അതിൻ്റെ ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോയി ആകെ ഇടങ്ങേറായിട്ട് വന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലത്തെ ഷീൽഡിൻ്റെ ഭാഗം മൊത്തം ചളങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഡെൻ്റൊക്കെ നിവർത്തി പെയിൻ്റൊക്കെ അടിക്കണം, അതിനുവേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിവിടെ കൊണ്ടുവരാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതിൻ്റെ സർവീസ് സെൻറ്റർ, അതായത് ഷോറൂമിൻ്റെ സർവീസ് സെൻറ്ററിൽ ചെന്നപ്പോഴേക്കും ഈ ഒരു ചളക്കും നിവർത്തി പെയിൻ്റ് അടിക്കണം, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റൊക്കെ മാറ്റി സെറ്റ് ചെയ്യണം. ഹെഡ്ലൈറ്റിന് മാത്രം 15,000 രൂപ വിലയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതേപോലെ അഴിച്ച് ഫുൾ പീസാക്കി നമ്മളത് റിപ്പയർ ചെയ്ത്, അതായത് കുറഞ്ഞ നിരക്കിൽ റിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്യുന്ന കാഴ്ചകളാണ്. അപ്പോൾ അതായത് ഹെഡ്ലൈറ്റൊന്നും മാറ്റാണ്ട് തന്നെ അതിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ മാറ്റി ഷീൽഡൊക്കെ അഴിച്ചെടുത്ത് ലെവൽ ചെയ്ത് പെയിൻറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മളെല്ലാം പെയിൻറ്റ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അത് കണ്ട ആ ഡെൻ്റുണ്ടായ ഭാഗങ്ങളൊക്കെ അഴിച്ചെടുത്ത് ലെവൽ ചെയ്ത് പെയിൻറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞതിനേക്കാളും വളരെ തുച്ഛമായ നിരക്കിലാണ് ഈ വണ്ടി ചെയ്യണത്. ഹെഡ്ലൈറ്റ് അതേപോലെ തന്നെ നമ്മൾ ഗ്ലാസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് അസംബ്ലി മാറ്റണമെന്നാണ് ചേതക്കി എന്ന് പറഞ്ഞത്, പക്ഷെ നമ്മളതിൻ്റെ ഗ്ലാസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 15,000 രൂപ എന്നുള്ള ഒരു ഭീമമായ എമൗണ്ടിൽ നിന്ന് നേരെ താഴ്ന്ന് നിസ്സാര പൈസക്ക് നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡ് ഷീൽഡ് അവർ മാറ്റണമെന്ന് അങ്ങനെ എന്താ പറഞ്ഞത്, മൊത്തം ടോട്ടൽ 30,000 രൂപ അടുത്ത് എമൗണ്ട് വരുമെന്ന് പറഞ്ഞാണ് നമ്മൾ ആ ഗ്ലാസ്സൊക്കെ ചേഞ്ച് ചെയ്ത്, അതുപോലെ തന്നെ ബാക്കിലെ ആ ഡെൻ്റ് ഉണ്ടായ ഭാഗമൊക്കെ പെയിൻറ്റ് ചെയ്ത് നല്ല പക്ക ഷോറൂം കണ്ടീഷൻ ആക്കിയിട്ടുണ്ട്. വെണ്ണലയിലുള്ള മോട്ടോടെക് എന്ന് പറയുന്ന ബൈക്ക് വർക്ക്ഷോപ്പിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഭീമമായ തുക റിപ്പയറിങ്ങിന് വരുന്ന ആ ഒരു ഇതൊക്കെ മാറ്റി എങ്ങനെ കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് അറിയാട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഷീൽഡും കാര്യങ്ങളൊക്കെ നമ്മൾ ലെവൽ ചെയ്ത് പെയിൻറ്റ് ചെയ്ത് സെറ്റ് ചെയ്യണം. നോക്കി ഷോറൂമിൽ എങ്ങനെ വണ്ടി ഇറക്കും അതുപോലെ തന്നെ നമ്മൾ ആ ഫിനിഷിങ്ങിൽ തന്നെ പെയിൻറ്റ് ചെയ്ത് നല്ല പക്കയൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കണ്ടാ നേരത്തെ ചളങ്ങി ഇരുന്നതാണ്. അപ്പോൾ നമ്മളത് ലെവൽ ചെയ്ത് സെറ്റ് ചെയ്തു. അപ്പോൾ ഇത് ഫുൾ സെറ്റ് ചെയ്ത് കസ്റ്റമർക്ക് ഹാപ്പി ആകുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ഗ്ലാസ്സൊക്കെ പൊട്ടി അത് കഴിഞ്ഞപ്പോഴേക്കും 15,000 രൂപ എന്ന് പറയുന്ന ഭീമമായ തുക ഒരു ഹെഡ്ലൈറ്റിനാണെന്ന് ഓർക്കണം. അപ്പോൾ അത്രയും വന്നപ്പോഴേക്കും അത് ഇലക്ട്രിക്കൽ സ്കൂട്ടർ ആയതുകൊണ്ട് എല്ലാ പാർട്സിനും വില കൂടുതലാണ്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി കസ്റ്റമർ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നാണ്. നമ്മളത് നല്ല ഭംഗിയായിട്ട് ലെവൽ ചെയ്ത് പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ബാക്ക് റെസ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി ഫിനിഷ് ചെയ്ത് വണ്ടി നല്ല പക്ക ഷോറൂം കണ്ടീഷൻ ആക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ റെസ്റ്റ് എടുത്ത് ഫിറ്റ് ചെയ്ത് അതിൻ്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്ത് എല്ലാം നല്ല ക്ലീനായിട്ട് പെയിൻറ്റിങ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ ഫിനിഷിങ് നോക്കി. അപ്പോൾ അതിൻ്റെ ബാക്കി നെട്ട് ബോൾട്ടും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം സീറ്റ് ബോക്സ് എടുത്ത് സെറ്റ് ചെയ്ത് ബാക്കിലെ ഭാഗത്തെ പണി ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഈ സീറ്റിൻ്റെ ബോക്സ് കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് സെറ്റ് ചെയ്യാം. നല്ല എന്താ പറയുക, ഷോറൂമിലൊക്കെ സർവീസ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഭീമമായ തുകയൊക്കെ പറയുമ്പോഴേക്കും പേടിക്കൊന്നും വേണ്ട. തൊട്ടടുത്തുള്ള ഏതെങ്കിലും വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ വെണ്ണലയിലുള്ള ഈ മോട്ടോടെക് എന്ന് പറയുന്ന വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മിതമായ നിരക്കിൽ നമുക്ക് വണ്ടികളൊക്കെ ചെയ്തെടുക്കാൻ പറ്റൂല. അപ്പോൾ ഷോറൂമിൽ മാത്രം ചോദിക്കാതെ പുറത്തൊരു വർക്ക്ഷോപ്പുകളിലും കൂടി ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കുറച്ച് അഴിച്ച് റിപ്പയർ ചെയ്തത് ഇതേപോലെ ഹെഡ്ലൈറ്റ് അസംബ്ലി മാറ്റണമെന്ന് പറഞ്ഞാണ്. ഇപ്പോൾ നമ്മളത് അഴിച്ച് അതിൻ്റെ ഗ്ലാസ് പൊട്ടിയതൊക്കെ ഗ്ലാസ് മാത്രമൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല പക്കയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമറും ഹാപ്പി ആയിരുന്നു നമ്മൾ പറഞ്ഞ എമൗണ്ടിൽ. അതായത് അവർ പറഞ്ഞതിനേക്കാളും 1/3 കാശായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഹാപ്പി ആവുമല്ലോ. എങ്ങനെയുണ്ട് നമ്മുടെ റിനോവേഷൻ കാഴ്ചകൾ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. സാധാരണക്കാരായ ജനങ്ങൾ ഒരുപാട് ഇലക്ട്രിക്കൽ സ്കൂട്ടറൊക്കെ പോയി എടുക്കും. ആദ്യത്തെ ആ ഒരു ലാഭം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ലാഭം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പാർട്സ് എന്തെങ്കിലുമൊക്കെ മാറേണ്ടി വരുമ്പോഴേക്കും വളരെ ഭീമമായ തുകയാണ് ഇതിൻ്റെ ഷോറൂമിൽ സർവീസ് ചെയ്താണ് വരുന്നത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ചേഞ്ച് ചെയ്യുള്ളൂ, റിപ്പയറിങ് പരിപാടിയില്ല. അപ്പോൾ അതുകൊണ്ട് വെണ്ണലയിലുള്ള മോട്ടോടെക് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ സ്കൂട്ടറിൻ്റെ എല്ലാവിധ വർക്കുകളും ഇവിടെ ചെയ്യും. അതുപോലെ തന്നെ ഷോറൂം സർവീസ് സെൻറ്ററുകളിൽ ആകുന്നത് പോലെയല്ല, അതിൽ 1/3 ഭാഗം ക്യാഷിന് നമ്മൾ റെഡിയാക്കി തന്നേക്കാന്നുള്ള ഉറപ്പും കൂടി തന്നെയാണ് ഈ വീഡിയോയിലൂടെ. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഹെഡ്ലൈറ്റിൻ്റെ ഭാഗങ്ങളിൽ കൂടുതൽ എലങ്കി ബോൾട്ടാണ് ഉപയോഗിച്ചേക്കുന്നത്.
നല്ല പക്ക ഫിനിഷിംഗ് ആണ്. പുറത്തുനിന്ന് നോക്കുമ്പോഴേക്കും സ്ക്രൂകളും കാര്യങ്ങളും ഒന്നും കാണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അഴിച്ചെടുക്കാനും അതുപോലെ തന്നെ ഇത് ഫിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പക്ക എല്ലാം നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊരു സർവീസ് സെൻറ്ററുകളിൽ പോയി അന്വേഷിക്കുമ്പോഴും അവിടെ അന്വേഷിച്ചിട്ട് പുറത്തും കൂടി ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ പുറത്തും അതിവിദഗ്ധമായ പണി ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അതുമാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് പൈസ ലാഭവുമുണ്ട് പുറത്തെ വർക്ക്ഷോപ്പുകളിലൊക്കെ ഇത് ചെയ്തു കഴിഞ്ഞാൽ. എല്ലാവരും ചെയ്യുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ വെണ്ണലയിലുള്ള മോട്ടോടെക് ബൈക്ക് സർവീസ് സെൻറ്ററിൽ എന്തായാലും ഉറപ്പായിട്ടും എല്ലാ ഇലക്ട്രിക്കൽ സ്കൂട്ടറിൻ്റെയും എല്ലാ വർക്കുകളും ചെയ്യും. അപ്പോൾ ധൈര്യമായിട്ട് ഇങ്ങനെ കയറി വന്നോട്ടെ. മിതമായ നിരക്കിൽ നമ്മൾ ചെയ്തു തന്നേക്കട്ടെ. അപ്പോൾ അതെ ഇതിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റത്തെ ആ ഒരു ബോൾട്ടും കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാക്ക് കവർ വെച്ച് ക്ലിപ്പ് ചെയ്ത് 2 മിററും കൂടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ സ്കൂട്ടറിൻ്റെ പണി കഴിഞ്ഞ്. ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഏകദേശം ഒരു 7 ദിവസത്തോളം സമയം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇത് വണ്ടി ആക്സിഡൻറ്റ് വണ്ടി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹെഡ്ലൈറ്റിൻ്റെ വൈസറും അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് പൊട്ടിയിട്ടുണ്ട്. ബാക്ക് ഷീൽഡ് ചളക്കം ഉണ്ടായിരുന്നു. അത് ലെവൽ ചെയ്ത് പെയിൻറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഉണ്ട് ഒരാഴ്ച ആയത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും കൂടി ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരാഴ്ച ആയതല്ല, ഈ പറഞ്ഞ പോലെ തന്നെ ഭീമമായ ഒരു തുകയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റി. അതായത് 30,000 രൂപയാണ് ഷോറൂമിൽ പറഞ്ഞതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വണ്ടി പണിത് ഇവിടെ നിന്ന് ഇറക്കിയപ്പോഴേക്കും എല്ലാം കൂടി ആകെ ഒരു 6,800 7,000 രൂപയിൽ താഴെയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ല 3-ൽ 1 പോലും ആയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയും കുറച്ച് നമ്മൾ ചെയ്തപ്പോഴേക്കും നമുക്ക് ലാഭമില്ലാതെ നമ്മൾ എന്തായാലും ചെയ്യില്ലല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വണ്ടികളുടെ വർക്കും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരും ഓടിപ്പോയി പുതിയ വണ്ടിയാണ് ഇത് വേറെ ആരും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൊട്ടടുത്തുള്ള സർവീസ് സെൻറ്ററിലൊക്കെ പോയി അന്വേഷിച്ചിട്ട് പുറത്തുള്ള ഏതെങ്കിലും 1-2 വർക്ക്ഷോപ്പുകളിലും കൂടി ഒന്ന് അഭിപ്രായം ചോദിച്ചാൽ നല്ലതായിരിക്കും. നിങ്ങളുടെ പോക്കറ്റ് കാലിയാകാതെ നിങ്ങൾക്ക് വണ്ടി നല്ല ഭംഗിയായിട്ട് സർവീസ് ചെയ്തെടുക്കാൻ പറ്റും. ഇന്ന് ഓക്കെ നമ്മൾ ആ ആക്സിഡൻറ്റ് വണ്ടി റിനോവേഷൻ ചെയ്ത് പെയിൻറ്റിങ്ങും ടച്ചിങ്ങൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഗ്ലാസ്സൊക്കെ മാറി വെച്ചേക്കുന്നുണ്ട്. അടിപൊളിയായില്ലേ? അതായത് പുതിയ വണ്ടി എങ്ങനെയാണോ ഷോറൂമിൽ നിന്ന് ഇറക്കണ ആ ഒരു പക്ക കണ്ടീഷനിൽ തന്നെ. ഇത് ആക്സിഡൻ്റ് ആയി ഫുൾ പൊട്ടി ഡാമേജ് ആയ ഒരു വണ്ടിയുണ്ട്. അപ്പോൾ ഇത് കണ്ട ഇതിൻ്റെ റിനോവേഷൻ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നല്ല പക്കയുണ്ട്. ഈ ഭാഗമൊക്കെ ചളങ്ങി സ്ക്രാച്ച് ആയിരുന്നു. ഇതൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് നല്ല പക്കയാക്കിയിട്ടുണ്ട്. കസ്റ്റമറും ഹാപ്പി ആയിരുന്നു. കസ്റ്റമർ വലിയൊരു ഷൈക്കാനൊക്കെ തന്നെ പുള്ളി പോയത്. പുള്ളി ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി ഇത്രയും കാശായുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും. അതുപോലെ തന്നെ സെയിം ഫിനിഷിങ്ങിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തേക്കുന്നത്. മറ്റേത് പുതിയ പാർട്സ് വെക്കുന്നതിന് പകരം പഴയ പാർട്സ് തന്നെ നമ്മൾ റീകണ്ടീഷൻ ചെയ്തെടുത്തു. അത്രയേ ഉള്ളൂ അതിൽ വന്ന വ്യത്യാസം. അതുകൊണ്ട് തന്നെയാണ് പൈസ നമുക്ക് ലാഭിക്കാൻ പറ്റിയത്. പക്ഷേ കമ്പനിയിലുള്ള ടെക്നീഷ്യന്മാരോട് അവർ പറഞ്ഞേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പാർട്സും ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. എന്നാലാണ് അവർക്ക് ലാഭം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ, അതായത് ഈ ചേതക് സ്കൂട്ടർ ആക്സിഡൻറ്റ് റിനോവേഷൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കട്ടെ.